നമ്മുടെ ഫീൽഡിലൊരു ചെറിയൊരു യാത്ര. അപ്പോൾ യാത്ര വെറുതെ അല്ല, ഇന്നലെ രാത്രി നമ്മുടെ ഒരു ഫോളോവർ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ചോദിച്ചു, ബ്രോ എൻ്റെ കുറച്ച് യമഹയുടെ സ്പെയർ ഇരിപ്പുണ്ട്, അപ്പോൾ അതെനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ തന്നെ ഇറങ്ങാമെന്ന്. അപ്പോൾ രാവിലെ നമ്മൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങുവാണ്. നമ്മുടെ റാണി പത്മിനിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ടൂടെ കേട്ടുകൊണ്ട് പോയാലോ? ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ അതേ കളറുള്ള ഒരു അടിപൊളി സാധനത്തിനെ കണ്ടിട്ടുണ്ടേ. കണ്ടോ, ഇതാണ് മുതൽ M80. അല്ല, ക്ലാസ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. കണ്ട, നീ ഒന്ന് ഓടിച്ച് നോക്കണം. നല്ല രീതിയിൽ പൈസയും മുടക്കി, സമയവും മുടക്കി. അതിൻ്റെ ആ വണ്ടിയിൽ കാണാനുണ്ടേ. നമ്മളെപ്പോഴും വിൻറ്റേജ് വണ്ടികൾ റീസ്റ്റോർ ചെയ്യുമ്പം വേണ്ടത് സാമ്പത്തികമല്ല, ടൈമാണ്. ടൈം എടുത്ത് വർക്ക് ചെയ്യുകയെങ്കിൽ ആ വണ്ടിക്ക് ക്വാളിറ്റി വരും. അതാ നിൽക്കുന്നതാണ് എൻ്റെ ഓണർ കേട്ടോ. കൊള്ളാം കേട്ടോ, വർക്ക് സൂപ്പർ. ഇങ്ങനെ ഓരോ പഴയ വണ്ടികൾ പണിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒത്തിരി ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതേപോലെ വിളിച്ച് നമ്മളോട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ വിളിച്ച് ഇതുകൊണ്ട് കുറച്ച് സ്പെയർ ഇരിപ്പുണ്ട്, അത് ബ്രോയ്ക്ക് തരാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് കുറേ സ്പെയർ എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഓരോരുത്തർ വരുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന ഓരോ വണ്ടികൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് വലിയ വണ്ടിഭ്രാന്തൻ, അതിലും വലിയ വണ്ടിഭ്രാന്തന്മാരൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ. എനിക്ക് ആ M80 ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്ലാസ് ആയിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ റാണി പത്മിനിയുടെ അതേ ഒരു ക്വാളിറ്റി. അപ്പോൾ എനിക്ക് ചിന്തിക്കാം എത്രത്തോളം അതിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത്രയും പണിതെന്ന്. 79 വേറെ വീട്ടില തന്നെത്താൻ കയറി വന്നോ? ഓക്കെ. ആ ക്യാറ്റുണ്ട് അല്ലേ? നമുക്കൊരു ക്യാറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില്. ഇത് ഓപ്പൺ ചെയ്യാത്ത ക്യാറ്റാണ്. ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. ചേതക്കിന്റെ നമുക്ക് ഇത്രയും സാധനമാണ് കിട്ടിയത്. ഇത് സാധനം കുറവാണെങ്കിലും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് കിട്ടിയത്. ഭയങ്കര വെയിറ്റ് അത്. ഞാന് ഇത് കൊറിയർ വന്നപ്പോ ഒറ്റ അടിക്കൊന്ന് ചുമ്മാ എടുക്കാൻ നോക്കി, ഞാൻ പെട്ടുപോയി. അത് അതെ അതെ, ഇതിന് ഷീൽഡ് ഇല്ലെന്നേ ഉള്ളു. നമുക്കിനി ഷീൽഡ് വാങ്ങിയാൽ മതി. അപ്പം അങ്ങനെ ഇനി നമുക്ക് വേണ്ടത് ഒരു ബൈക്കാണ്. സാധനങ്ങൾ കിട്ടി, ഇനി നമുക്ക് യമഹ ഇല്ല. അപ്പോൾ നമുക്കൊരു യമഹ എടുക്കണം. അങ്ങനെ നമ്മളാ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോയി. പക്കാ സ്മൂത്ത്, നല്ല വൃത്തിയായിട്ട് വന്നിട്ടിരിക്കുക വണ്ടി. ഈ സാറാണ് നമുക്ക് സാധനങ്ങളെല്ലാം തന്നത്. ഇനി RX ഉപയോഗിക്കുന്നില്ല. ഇല്ല അതുകൊണ്ട് നടു ചെയ്യാത്തോട്ട് സാർ ഇനി RX ഉപയോഗിക്കുന്നില്ല. വണ്ടിയെല്ലാം വിറ്റു. കുറച്ച് സ്പെയർ ഉണ്ടായിരുന്നു, അത് തരാൻ വേണ്ടിയാണ് വിളിച്ചത്. ഒരുപാട് സന്തോഷം. ഇതുകൊണ്ട് ഒരുപാട് മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഓക്കെ സാർ. അങ്ങനെ നമുക്ക് ഒരു പൊട്ടിക്കാത്ത ഒരു ക്യാറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു വണ്ടിയാണ്. അപ്പോൾ ഒരു RX. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു RX എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതല്ലാതെ കയറ്റി നമ്മൾ ഇറക്കും. ഇത് നമ്മൾ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല, നമ്മുടെ സ്വന്തം വണ്ടിക്ക് വേണ്ടിയാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിച്ച് നമുക്ക് ഗിഫ്റ്റാന്നുള്ള രീതിയിൽ തന്നതാണ്, അല്ലാതെ പൈസയ്ക്കൊന്നും തന്നതല്ല. അപ്പോൾ ഇത്രയും ഇഷ്ടത്തോടെ നമ്മൾ തരുമ്പോൾ ഇത് ആർക്കും സെയിൽ ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ തന്നെ ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇത്രയും സാധനം കിട്ടി, എനിക്കൊരു വണ്ടി കൂടെ വേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്നൊരു വണ്ടി ഞാൻ എടുക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യും. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകണം.